എടാ നബീല, നിനക്ക് വല്ല പൈസ കിട്ടാൻ തുടങ്ങിയോ? എന്തെങ്കിലും കിട്ടാൻ തുടങ്ങിയോ? ഏകദേശം ഒരു 5-6 മാസമായിട്ട് ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന ചോദ്യമാണിത്. ഇതിനൊറ്റ മറുപടി ഉള്ളൂ, ഇതുവരെ എനിക്കിതിന് 5 പൈസ വരുമാനം കിട്ടിയിട്ടില്ല. ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും 5 പൈസയും കിട്ടിയില്ല. യൂട്യൂബിൽ എൻ്റെ ചാനലിൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. നേരെ മറിച്ച് അത് ഇനി മാറണമെന്നുണ്ടെങ്കിൽ മുമ്പുള്ള വീഡിയോസിലൊക്കെ കുറേ ആഡ്, കുറേ കോപ്പിറൈറ്റ് കിടക്കുന്നുണ്ട്. അതൊക്കെ ഇനി മാറ്റണം. അത് മാറ്റാൻ തൽക്കാലം വയ്യ. അതുകൊണ്ട് അതവിടെ സൈഡിൽ കിടക്കുന്നുണ്ട്. ഫേസ്ബുക്കിൽ കുറേ കാലമായിട്ട് തിരിഞ്ഞു നോക്കിയില്ല. ആ ഭാഗത്തൊന്ന് പോയിട്ട് ഒന്ന് പൊടി തപ്പിയിട്ട് അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ട്. ടിക്ടോക്കിൻ്റെ കാര്യം വളരെ കോമഡിയാണ്. ടിക്ടോക്കിൽ ഇപ്പോൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അവർ പൊക്കണേ ഇല്ല. ടിക്ടോക്കിൽ ഞാനൊരു സമയത്ത് വീഡിയോ ചെയ്തിരുന്നു, നല്ല ഇതിൽ റീച്ചും വന്നിരുന്നു. അതിനുശേഷം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഗാരേജിൻ്റെ ഒരു പ്രൊമോഷൻ ഞാൻ നടത്തി. ആ നടത്തിയ സമയത്ത് അവന് കുറച്ചും കൂടി റീച്ച് ആയിക്കോട്ടെ വെച്ചിട്ട് ഞാനൊരു 15-20 ദിറംസം കണ്ട് കൊടുത്തിട്ട് ഒരു വീഡിയോ അതിൽ ഞാൻ പൈസ കൊടുത്ത് പ്രൊമോഷൻ ഇട്ടു. ഇത് കൊടുത്തപ്പം ടിക്ടോക്കിന് മനസ്സിലായി, ഇവൻ്റെ അടുത്ത് നിന്ന് കുറച്ച് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം ഇത്രയും കാലമായിട്ട് ഒരു വീഡിയോ പോലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2000 വ്യൂസിലപ്പുറം ടിക്ടോക്ക് കയറ്റുന്നില്ല. അപ്പോൾ ഞാനും വാശിയാണ്, അവർക്ക് പൈസ കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ കൊടുക്കാനും പോകണില്ല. അല്ലാണ്ട് കയറുകയാണെങ്കിൽ കയറിയാൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് 2 മില്യൺ ഇപ്പോൾ ഒരു വീഡിയോ ഒക്കെ ആയിട്ടുണ്ട്. അതിൽ ഇതുവരെ പൈസ കിട്ടാനുള്ള ഓപ്ഷനൊന്നുമില്ല. അതിൻ്റെ വെരി സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ജോഗ്രഫിയാണ് പ്രശ്നം. അപ്പോൾ മോണിറ്റൈസേഷൻ കൊടുക്കുന്ന സമയത്ത് അവർ ജോഗ്രഫി UAE ആണ് പ്രശ്നം. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു, എന്താ അതിൻ്റെ റീസൺ? എനിക്കറിയില്ല. അവർ കുറേ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് എഴുതിയിട്ട് അത് വായിച്ചിട്ടൊന്നും കറക്റ്റ് മനസ്സിലാവണമെന്നില്ല. ഇന്ത്യയിൽ നിന്ന് അപ്ലോഡ് ചെയ്ത ഇൻസ്റ്റാഗ്രാമിൽ പൈസ കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുകയാണെങ്കിൽ താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കും ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നിലവിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്ക് 10 പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ എൻ്റെ പേജിലൂടെ നിങ്ങൾ കാണുന്ന ചില പ്രൊമോഷൻസ് ഉണ്ട്. ആ പ്രൊമോഷൻസ് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരെ ഷോപ്പായിരിക്കും. അവരെനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. എൻ്റെ പേജിലൂടെ നിങ്ങൾ കണ്ടത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഗാരേജ് ഉണ്ട്, മാസ് ഗാരേജ്. അപ്പോൾ അത് ഞാൻ കുറേ കാലമായിട്ട് അവിടെ പോണേ, എനിക്ക് അവിടുത്തെ ആൾക്കാരെ അറിയാം, അവിടെ എന്താ നടക്കണമെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ ചേർന്ന് സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പറയും, ആ സ്ഥാപനത്തിൽ നിങ്ങളൊന്ന് പോയിട്ട് നിങ്ങളെ വിലയേറിയ കമൻസ് അവിടെ കൊടുക്കണം എന്ന് പറയും. അതായത് ബേസിക്കലി എനിക്ക് വരുമാനമൊന്നുമില്ല. പിന്നെ ഞാൻ വഴി ഇനിയിപ്പോൾ എൻ്റെ കൂട്ടുകാരനെ ഏത് കൂട്ടുകാർക്കായാലും ഞാനൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇനി 10 ആളെ കിട്ടിക്കഴിഞ്ഞാൽ അതിലെനിക്ക് സന്തോഷമുള്ളൂ കേട്ടോ. എൻ്റെ റീസണൊന്നുമല്ല, അവിടെ അതിലെനിക്ക് സന്തോഷമുള്ളൂ കേട്ടോ. നമ്മൾ കാരണം വേറെ ആൾക്ക് ഒരു ഉപകാരം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഉള്ളിൽ കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ. അത്തരത്തിലാണ് എൻ്റെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. പിന്നെ എൻ്റെ ഏണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജോലിയുണ്ട്, അതാണ് എൻ്റെ ശമ്പളവും. ഞാൻ അങ്ങനെ തന്നെ ജീവിച്ചു പോകുന്നത്. ഞാൻ അത്ര വലിയ പൈസക്കാരനോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. പിന്നെ എനിക്കിതിൽ നിന്ന് എത്ര വരുമാനം കിട്ടുന്നുണ്ടെന്ന്, ആ വരുമാനത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇനി ഞാൻ അതിന് എത്ര ചിലവാക്കുന്നുണ്ട് അതും കൂടി ഞാൻ പറഞ്ഞുതരാം. അത് ഞാനൊരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മളെ സ്ക്രിപ്റ്റ് ബുക്ക് അത്. അപ്പോൾ എനിക്ക് ശരിക്ക് മെറ്റയുടെ വെരിഫൈഡ് പേജിന് ഞാൻ ഏകദേശം 700 രൂപയാണ് മാസം സ്പെൻഡ് ചെയ്യണത്. അതിന് നമുക്ക് 2-3 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് 700 ഉണ്ട്, 1200-ൻ്റെയും മുകളിലേക്കുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിലേത് നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ മെറ്റയുടെ വെരിഫൈഡ് പേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹാക്കിംഗ് ഒക്കെ ഒഴിവാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളെ വീഡിയോസിനും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി റീച്ച് കൂടാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയണത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് എനിക്ക് പറയാറില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുകയാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ വീട് എന്ന് പറഞ്ഞ ഒരു ക്യാപ്ഷൻസ് ഞാനിപ്പോൾ റീസെൻ്റ്ലി തുടങ്ങിയാണ്. നമ്മൾ എഴുതുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ക്യാപ്ഷൻസ് ആയിട്ട് സബ്ടൈറ്റിലായിട്ട് വരുന്ന ഒരു ആപ്പ് ഉണ്ട്. അതിനൊരു 600 രൂപ മന്ത്ലി എനിക്ക് ചിലവാകുന്നുണ്ട്. പിന്നെ ക്യാപ് കട്ടാണ് ഞാൻ എഡിറ്റിങ്ങിന് ഉപയോഗിക്കുന്നത് കാലങ്ങൾക്ക് മുമ്പേ, ഈ ഒരു മുമ്പ് മുതൽ ഈ സമയം വരെ. പക്ഷേ ക്യാപ് കട്ടും അവരെ തനി നിറം കാണിച്ചു തുടങ്ങി. അവർ ആദ്യമൊക്കെ ഫ്രീ ആയിട്ട് തന്നെ തന്നിരുന്നത്, പിന്നെ അവർ പെയ്ഡാക്കി. പിന്നെ അവരെ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ പെയ്ഡിൽ മാത്രമാക്കി. അങ്ങനെ അവസാനം നമ്മളതിന് പൈസ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ അതിന് 250 ദിറംസ് പേ ചെയ്തു. 1 വർഷത്തിനാണ് അതിൻ്റെ ചാർജ്. പിന്നെ ഗൂഗിൾ ഡ്രൈവ് നമുക്കറിയാലോ, 200 GB 2 TB ഈ 2 ഓപ്ഷൻസ് ഉണ്ട്. അതിന് ഇത്രയും പൈസയാണ് അവരെ മന്ത്ലി ചാർജ്. ഞാനും ഗൂഗിൾ ഡ്രൈവിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ ആപ്പിളിൽ ഐക്ലൗഡ് ഉപയോഗിക്കുന്നുണ്ട്. അതിന് 200 GB ഉണ്ടാവും, 2 TB ഉണ്ടാവും. ഈ പൈസ എല്ലാം നമ്മൾ കൊടുക്കുന്നത് ഇന്ത്യൻ റുപ്പീസിലാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, UAE താമസിക്കുന്ന ഇവൻ എങ്ങനെ ഇന്ത്യൻ റുപ്പീസിൻ്റെ കണക്ക് പറയാം? അത് വളരെ സിമ്പിളാണ്. ആൻഡ്രോയിഡിൽ അതെങ്ങനെ ചെയ്യാമെന്ന് എനിക്കറിയില്ല. ആൻഡ്രോയിഡിൽ ചെയ്യാൻ അറിയുന്ന ആൾക്കാർ താഴെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഐഫോണിൽ വളരെ സിമ്പിളാണ്. നമ്മൾ ആപ്പ് സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആപ്പ് സ്റ്റോറിൻ്റെ അകത്തിട്ട് കൺട്രി ഉള്ളത് അത് ഇന്ത്യ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മളെ UPI നമ്മുടെ ഗൂഗിൾ പേ ആയിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ 2000, 5000 രൂപയൊക്കെ അതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ ക്യാൻവ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ആമസോൺ ഇങ്ങനത്തെ എല്ലാ ആപ്പും നമുക്ക് ഇന്ത്യൻ മണി വെച്ച് പേ ചെയ്തിട്ട് UAE ഉപയോഗിക്കാം. അതിൽ ചില ആപ്പ് ഉണ്ട്, ഈ ജിയോ TV അല്ലെങ്കിൽ സൺ നെക്സ്റ്റ് അങ്ങനത്തെ കുറേ ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിനൊന്നും അത് അവൈലബിൾ അല്ല. നേരെ മറിച്ച് ഒരുപാട്
ആപ്പിന് നമുക്കത് ഇന്ത്യൻ മണിയിൽ പേ ചെയ്യാം. ഐ തിങ്ക് നമുക്ക് ദിർഹംസിൽ പേ ചെയ്യേണ്ട 1/3 പൈസ മാത്രമേ അത് വരുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന വരുമാനവും എനിക്ക് സോഷ്യൽ മീഡിയ ഞാൻ സ്പെൻഡ് ചെയ്യണ പൈസയുടെയും കണക്ക്. അതുകൊണ്ട് ഇനി എന്നെ അറിയണ ആൾക്കാരൊന്നും എന്നോട് ചോദിക്കരുത് കേട്ടോ, നബീലെ എൻ്റെ വരുമാനം എത്രയെന്ന്. ഇതാണ് അതിൻ്റെ സത്യം. താങ്ക്സ് ഫോർ വാച്ചിങ്.